ഇന്നലെ മങ്കി മാൻ എന്ന സിനിമ കണ്ടപ്പോൾ ജസ്റ്റ് നോർമൽ ആക്ഷൻ സിനിമയായിട്ട് ചെയ്യാവുന്നൊരു സിനിമയെ വലുതായിട്ട് എന്തോ ചെയ്തു എന്ന് തോന്നി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ബേസിക് സ്റ്റോറി ലൈൻ മാത്രമുള്ളൊരു സിനിമയാണ് മങ്കി മാൻ. കഥാഭാഗത്തിലോട്ട് കടന്ന അത്ര കാര്യമായിട്ട് പറയാൻ തക്ക രീതിയിലുള്ള ഒരു കഥ സിനിമയ്ക്ക് ഇല്ല. പക്ഷേ നരേറ്റീവ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയും ബോറിംഗ് ആക്കിയിട്ടില്ല. എന്നാൽ ബേസിക്കായിട്ട് മാത്രം നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് ദേവ് പട്ടേൽ എന്ന ഡയറക്ടർ പറ്റുന്ന ഇൻപുട്സ് എല്ലാം ആഡ് ചെയ്ത് ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ചിനുള്ള സിനിമയാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഹനുമാന്റെ കഥകൾ കേട്ട് വളരുന്ന ഒരു ക്യാരക്ടറാണ് സിനിമയിലെ പ്രൊട്ടാഗണിസ്റ്റ്. എങ്ങനെ ഹനുമാൻ തൻ്റെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നു എന്നതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സീതയ്ക്ക് വേണ്ടി രാവണനെ ഹണ്ട് ചെയ്യാൻ നടക്കുന്ന ഹനുമാന്റെ കഥ. ഇവിടെ സിസ്റ്റമാണ് രാവണന്റെ ആയുധം. ആ സിസ്റ്റം കാരണം പെയിൻ അനുഭവിക്കുന്ന ക്യാരക്ടറാണ് സിനിമയിൽ മങ്കി മാൻ. ഒരിക്കലും ഈ സിനിമയ്ക്ക് ഒരു ഇന്ത്യൻ റിലീസ് തിയേറ്ററിക്കലി ഒരു OTT വൈസും കിട്ടില്ല. കാരണം സെൻസറിങ് ചെയ്ത് റിലീസ് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ കട്ട് ചെയ്യാൻ ഒരുപാട് സീനുണ്ട്. അങ്ങനെ കട്ട് ചെയ്യാൻ നിന്നാൽ കുറേ കട്ട് വരും, പിന്നെ ഈ സിനിമയും ഇല്ല. സോ സെൻസറിങ് സെറ്റപ്പ് വെച്ചും ഇവിടുത്തെ സെൻസർ ബോർഡിന് ഒട്ടും കൺവിൻസിങ് ആവില്ല ഈ സിനിമ. സോ തിയേറ്ററിക്കലി ഓർ ഡിജിറ്റലി ഈ സിനിമ ഇന്ത്യയിൽ ഒരിക്കലും വരില്ല. റീസൺസ് ഉണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ സിസ്റ്റത്തിന് ഓപ്പൺ അപ്പായിട്ട് ക്രിറ്റിസിസം നടക്കുന്ന ഒരു സിനിമ തന്നെയാണ് മങ്കി മാൻ. അത് പൊളിറ്റിക്കലി ആണെങ്കിലും ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻസിനെ പോലും ഓപ്പൺ അപ്പായിട്ട് എതിർക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ജെന്യുവിനായ ഒരു ക്രിറ്റിസിസം വന്നാൽ ഒന്നെങ്കിൽ ബോയ്ക്കോട്ട് വരും, അല്ലെങ്കിൽ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല. അഭിനയിച്ചിട്ടുള്ളൊരു 90% ആർട്ടിസ്റ്റുകളും ഇന്ത്യൻ ആർട്ടിസ്റ്റുകളാണ്. വിപിൻ ശർമ്മ, സിക്കന്ദർ ഖേർ, ശോഭിത തൊളിവാല, മകരം ദേശ്പാണ്ഡെ, ജാക്കിർ ഹുസൈൻ, ആദിത്യ കിൽക്കണ്ടെ, അശ്വിനി കൽസേക്കർ. ഇതൊക്കെ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളാണ്. മിക്കപ്പോഴും ഇംഗ്ലീഷ് ഡയലോഗ്സിനോടൊപ്പം തന്നെ ഹിന്ദി ഡയലോഗ്സും കയറി വരുന്നുണ്ട്. ഇനി ഇത് മൊത്തം ഹിന്ദി ആണെങ്കിൽ ഇന്ത്യൻ ഫിലിമായി. സിമ്പിളായി പറഞ്ഞ സ്ലം ഡോഗ് മില്യനർ പോലെയൊക്കെ തന്നെയാണ്. ഒരു ഹോളിവുഡ് ഫിലിമാണ്, പക്ഷെ കാണുമ്പോൾ ഇന്ത്യനായിട്ട് തോന്നുന്നു. അതാണ് ഇവിടെയും ഉള്ളത്. ഒരു ബോംബ് സിനിമ ആവാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ കഥയ്ക്കകത്ത് ഉണ്ട്. പക്ഷേ ചെയ്യുന്ന സംഭവങ്ങൾ വെച്ചിട്ടും ആൻഡ് ഇന്ത്യയുടെ കറണ്ട് ഫേസ് കാണിക്കുന്ന ഒരു കണ്ടക്സ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അത് സ്പോട്ട് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ടീസ് ചെയ്യുകയോ ഇൻഡയറക്റ്റായിട്ട് പറയുകയോ ഒന്നുമല്ല, ഡയറക്റ്റായിട്ട് എന്താണ് വിഷയം എന്ന് പറയുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള സംഭവങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇതേ സംഭവങ്ങൾ വെച്ച് ഇന്ത്യയിലൊരു സിനിമ ചെയ്യാൻ അങ്ങനെ ആർക്കും പറ്റില്ല. ഇനി പറ്റിയാലും സെൻസർ ബോർഡൊക്കെ ഒഫൻഡഡ് ആവും. ചില സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ബോയ്ക്കോട്ട് കാർഡായിട്ട് ഇറങ്ങും. എന്തുകൊണ്ടാണ്? ഒഫൻഡഡ് ആയതുകൊണ്ട്. അങ്ങനെ ഒഫൻഡഡ് ആവുന്നവരെ മനഃപൂർവ്വം ഒഫൻഡഡ് ആക്കാൻ ഇറക്കിയൊരു സിനിമ തന്നെയാണ് മങ്കി മാൻ. മങ്കി മാൻ കണ്ടവരാണെന്ന് നിങ്ങളെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ ഗൈസ്.